നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ 8ാം ക്ലാസ് പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലെ ആകെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളാണുള്ളത്. കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് ഈ ടെക്നിക്കൽ ഹൈസ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. 8, 9, 10 എന്നീ വർഷങ്ങളിലായിട്ട് 3 വർഷത്തെ കോഴ്സ് ആയിരിക്കും. അതിനുശേഷം 10ാം ക്ലാസ് പരീക്ഷയുടെ എഴുതുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാനായിട്ട് കഴിയും. ടെക്നിക്കൽ THSLCയുടെ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിന് തുല്യമാണ്, SLC സർട്ടിഫിക്കറ്റിന് തുല്യമാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. കേരളത്തിലെ ആകെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളാണുള്ളത്. അവിടങ്ങളിലൊക്കെയാണ് ഈ 8ാം ക്ലാസ്സിലെ പ്രവേശനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. എല്ലാ ഡീറ്റെയിൽസും www.polyadmission.org/THS എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. 8ാം ക്ലാസ്സിലെ പ്രവേശനത്തിനുള്ള യോഗ്യത, അത് 7ാം ക്ലാസ് പരീക്ഷ ജയിച്ച് 8ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് യോഗ്യതയായിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക. 7ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. 7ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ നോളജ്, മെൻ്റൽ എബിലിറ്റി എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ പ്രവേശന പരീക്ഷയ്ക്ക് ഉണ്ടാവും. പ്രവേശന പരീക്ഷ 2025 ഏപ്രിൽ 10-ാം തീയതി ആയിരിക്കും നടക്കുക. രാവിലെ 10 മണി മുതൽ 11:30 വരെ അതാത് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ചായിരിക്കും ഈ പരീക്ഷ നടത്തുക. ആ പരീക്ഷയിൽ കിട്ടുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശന നടപടി നടക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് 2025 ഏപ്രിൽ 15-ാം തീയതി പബ്ലിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി വിനപ്പെടുത്തുക. പ്രത്യേകിച്ച് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ സ്കൂളുകളിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾക്കൊപ്പം വിഷയങ്ങളോടൊപ്പം ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്, ഒരു ട്രേഡ് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ടെക്നിക്കൽ സ്കൂളുകളുടെ പ്രത്യേകത. അപ്പോൾ അത് ഓരോ സ്കൂളിലും ഓരോ ട്രേഡ് ആയിരിക്കും. അത് നമുക്ക് ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് ആ പ്രവേശന പരീക്ഷ എഴുതിയതിന് ശേഷമായിരിക്കും സെലക്ഷൻ നേരിട്ട് മനസ്സിലാക്കുക. അതേപോലെ ഈ ടെക്നിക്കൽ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, SSLC സർട്ടിഫിക്കറ്റിന് തുല്യമാണ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരു സർട്ടിഫിക്കറ്റും. മാത്രമല്ല പോളിടെക്നിക്കിലെ അഡ്മിഷന് വേണ്ടി ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നും THSLC പാസ്സാകുന്ന ആൾക്കാർക്ക് 10% സീറ്റ് സംവരണമുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം പ്രത്യേകം നമ്മൾ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്നതിൽ വിഭിന്നമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡിലൂടെ പഠിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയാണുള്ളത്. മാത്രമല്ല നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവിടെ ലഭിക്കുക. കേരള ഗവൺമെൻറ് കീഴിലുള്ള അധികം ഫീസൊന്നും കൊടുക്കാതെ തന്നെ നമുക്കൊരു ടെക്നിക്കൽ നോളജ് നേടുന്ന രീതിയിലുള്ള കോഴ്സായിരിക്കും അത് അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുക. അതുകൊണ്ട് താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതേക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവരുടെ www.polyadmission.org/THS എന്ന സൈറ്റ് ലഭ്യമാണ്. അപ്പോൾ ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ വേണ്ടി ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. 04842542 എന്ന നമ്പർ വിളിക്കാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും നമുക്കൊരു ഒരു ട്രേഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലൂടെ പഠിച്ച് 10ാം ക്ലാസ് പാസ്സാകാനായിട്ട് അവസരം ലഭിക്കുകയാണ്. മാത്രമല്ല ഭാവിയിൽ നമ്മൾ പോളിടെക്നിക് അഡ്മിഷൻ പോകുമോ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ പോകുമ്പോഴൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. താങ്ക് യു.